നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാനായിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണ പട്ടികജാതി വിഭാഗക്കാർക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ സമർപ്പണം മന്ത്രി നിർവഹിച്ചു. ₹4 കോടി ചെലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നാടിനെ സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തനത് ഫണ്ട് വകമാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി AC മൊയ്തീൻ MLA. കുന്നംകുളം തെക്കേപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. തെക്കേപ്പുറം സ്വദേശി വാഴപ്പുള്ളി വീട്ടിൽ ചന്ദ്രൻ, ആന്ധ്രാപ്രദേശ് സ്വദേശി വസന്ത് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും CPM നേതാവുമായ PA മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസ്. ശാരീരികമായും മാനസികമായും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന ഭാര്യ നബീസയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തത്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ വ്യാപാര ഭവനിൽ അഗ്നിബാധ. പ്രധാന ഹാളിലാണ് തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്ന് നിഗമനം. വാർത്തകൾ വിശദമായി. നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാനായിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു. കാലത്തിനൊപ്പം കുതിക്കാൻ ഈ വിഭാഗങ്ങൾക്ക് കഴിയണമെന്നും ആർക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണ പട്ടികജാതി വിഭാഗക്കാർക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ MM ഷഫീർ, ശൈലജ സുധൻ, AS മനോജ്, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, കൗൺസിലർ A സുബ്രഹ്മണ്യൻ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ TT ശിവദാസൻ, KP വിനോദ്, KK ജ്യോതിരാജ്, ലിജിത് തരകൻ, KS അശോകൻ എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ളത്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കപ്പെടുമ്പോൾ വലിയ ഒരു മുന്നേറ്റം നമുക്ക് ഈ മേഖലയിലേക്ക് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ നമ്മൾ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. ഈ മനുഷ്യരുള്ളോളം കാലം പൂർണ്ണത ഉണ്ടാവുമോ? എനിക്ക് തോന്നുന്നില്ല, അല്ലേ? ഒരു പൂർണ്ണത ഉണ്ടാകുന്നുണ്ടോ? യുദ്ധമാണെങ്കിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു എവിടെ പൂർണ്ണത? പക്ഷെ ഈ മത്സരയോട്ടത്തിൽ നമ്മളും അല്ലേ പുറകിൽ നിൽക്കേണ്ട കാര്യമില്ല. നമ്മൾ അതിനോടൊപ്പം സഞ്ചരിക്കാനും വേഗത്തിലുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വന്നേ പറ്റൂ. ₹4 കോടി ചെലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നാടിനെ സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് ഭരണസമിതിയിൽ കക്ഷി രാഷ്ട്രീയവും പ്രതിപക്ഷവും ഇല്ലെന്നും വികസന പ്രവർത്തനങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. അതിവേഗത്തിലാണ് സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നത്. ആധുനിക ഡിജിറ്റൽ സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തി ജനങ്ങൾക്കാവശ്യമായ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാകുവാനുള്ള പദ്ധതികൾ സർക്കാർ രൂപം നൽകിയിട്ടുണ്ട്. ശുചിത്വ പദ്ധതി മാതൃകാപരമായ രീതിയിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്നുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ സർവേ റിപ്പോർട്ടിൽ ശുചിത്വത്തിൽ ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിൽ ഒരെണ്ണം കേരളമാണ്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം മാലിന്യമുക്ത നവകേരളത്തിന് മുതൽക്കൂട്ടാണെന്നും മന്ത്രി പറഞ്ഞു. മാതൃകാപരമായ വികസന പ്രവർത്തനങ്ങൾ നടത്തി കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും യോജിപ്പിച്ച് അഭിമാനകരമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയെയും പ്രസിഡന്റിനെയും ഞാൻ സംസ്ഥാന ഗവൺമെന്റിന് വേണ്ടി കൃത്യമായി അഭിനന്ദിക്കുകയാണ്. നമ്മുടെ നാട്ടിലാകെ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ടുണ്ടായിട്ടുള്ള വികസന രംഗത്തുണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ്. ആ മാറ്റം സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും എല്ലാം ചേർന്ന് നടത്തിയ ജനങ്ങളുടെ പിന്തുണയോടെ നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമാണ്. AC മൊയ്തീൻ MLA ചടങ്ങിന് അധ്യക്ഷനായി. ലൈഫ് മിഷൻ പദ്ധതിയുടെ താക്കോൽദാനം വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റ്ലപ്പള്ളി നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി, സെക്രട്ടറി TP സിന്ധു, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ്, ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാൻ ഡോക്ടർ VK വിജയൻ,
ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ AV വല്ലഭൻ, ജലീൽ ആദൂർ, വേലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കർമ്മല ജോൺസൺ, വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ S. ബസന്ത്ലാൽ, മീന സാജൻ, PI രാജേന്ദ്രൻ, ES രേഷ്മ, ചിത്ര വിനോഭാജി, രേഖ സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലളിത ഗോപി, സപ്ന റഷീദ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ CF ജോയ്, ഷെർലി ദിലീപ് കുമാർ, പഞ്ചായത്ത് അംഗം രേഷ്മ സുധീഷ് തുടങ്ങിയ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളും പങ്കെടുത്തു. വേലൂർ പഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട ഉദ്ഘാടന വേദിയിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തി. തനത് ഫണ്ട് വകമാറ്റി പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചുവെന്ന് ആരോപിച്ചായിരുന്നു പ്രതിഷേധം. വേലൂർ ഗ്രാമപഞ്ചായത്ത് പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിനാവശ്യമായ മുഴുവൻ ഫണ്ടും നൽകാതെ MLA വഞ്ചിച്ചുവെന്നും ഇതുമൂലം പഞ്ചായത്തിന്റെ റോഡ്, തോട്, വീട് തുടങ്ങിയ വികസനത്തിന് ചെലവഴിക്കേണ്ടിയിരുന്ന തനതു ഫണ്ട് 3.5 കോടി രൂപ നഷ്ടപ്പെട്ടുവെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. വേലൂർ ഹൈസ്കൂൾ പരിസരത്ത് വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ KPCC സെക്രട്ടറി ജോൺ ഡാനിയൽ ഉദ്ഘാടനം ചെയ്തു. എത്രയെത്ര സാധാരണക്കാരാണ് ഈ വീടെന്ന സ്വപ്നം മുന്നോട്ട് വെച്ചുകൊണ്ട് വാടകയ്ക്ക് താമസിച്ച് നിലവിലുള്ള വീടുകൾ പൊളിച്ചു കളഞ്ഞ് ഈ സർക്കാരിന്റെ ധനസഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കേരളത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സഖാക്കൾ ഒരു ആർജവത്തോടുകൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ സഖാവ് കൂടിയായ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ മന്ത്രിയോട്, തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയോട് ചോദിക്കാനുള്ള ആർജവം നിങ്ങൾ കാണിക്കണമെന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. സ്വന്തം കുടുംബത്തിന് വേണ്ടി മാത്രം കേരള ഭരണം നടത്തുന്ന ഒരു മന്ത്രിസഭയെയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രിയെയാണ് നമുക്ക് കാണാൻ കഴിയുക. തന്റെ കുടുംബത്തിന്റെ ഉയർച്ച മാത്രം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിയാണ് കേരളം ദർശിക്കുന്നത്. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫ്രെഡി ജോൺ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി ബിജോയ് ബാബു, ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ, പ്രതിപക്ഷ നേതാവ് സ്വപ്ന രാമചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ PP രാമചന്ദ്രൻ, PP യേശുദാസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PK ശ്യാംകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സുഭാഷ് തിരുത്തിയിൽ, PA സത്യൻ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ നിതീഷ് ചന്ദ്രൻ, CD സൈമൺ, PN അനിൽ മാസ്റ്റർ, വിജിനി ഗോപി, VV ബാലകൃഷ്ണൻ, സാബു കുറ്റിക്കാട്ട് തുടങ്ങിയവർ പ്രതിഷേധ മാർച്ചിന് നേതൃത്വം നൽകി. വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിട ഉദ്ഘാടന സമയത്ത് പ്രതിഷേധ മാർച്ച് നടത്തിയ കോൺഗ്രസിനെതിരെ MLA AC മൊയ്തീന്റെ രൂക്ഷ വിമർശനം. പഞ്ചായത്ത് ഓഫീസ് നിർമ്മിച്ചത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഇതിനെതിരെ ഒരു ആക്ഷേപവും ഇതിനു മുൻപ് കോൺഗ്രസ് ഉന്നയിച്ചിരുന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ് കോൺഗ്രസ് അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിക്കുന്നത്. കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് നാടിന്റെ ഉത്സവമായി നടത്തേണ്ട ഉദ്ഘാടന ചടങ്ങ് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് കോൺഗ്രസ് അലങ്കോലപ്പെടുത്താനാണ് ശ്രമിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസ് പഞ്ചായത്ത് മെമ്പർമാർക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടായിരുന്നുവെങ്കിലും നേതൃത്വം തടസ്സപ്പെടുത്തുകയാണ് ഉണ്ടായത്. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്നവരാകരുത് രാഷ്ട്രീയ പ്രവർത്തനമെന്നും കോൺഗ്രസിന്റെ സംസ്ഥാന നേതൃത്വത്തിന്റെ നയവും വികസന വിരോധമാണെന്നും MLA കുറ്റപ്പെടുത്തി. ഈ സംഘടനാ സമിതി കോൺഗ്രസിന്റെ സംഘടനാ സമിതി കോൺഗ്രസിന്റെ ഭൂമികൾ കൂടി പങ്കെടുക്കുന്നത് അവർ പറഞ്ഞത് ഞങ്ങളുടെ കാലത്ത് ആലോചിച്ചിരുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് നടപ്പിലാക്കാനായില്ല, നിങ്ങൾക്ക് നടപ്പിലാക്കാനായില്ല എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷം തോന്നുന്നു. ഈ കഴിഞ്ഞ കാലത്തെ വികസന പ്രവർത്തനങ്ങളിൽ ഏതെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം കോൺഗ്രസിന്റെ മെമ്പർമാർ പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ. ആ പഞ്ചായത്ത് മെമ്പർമാരെയെങ്കിലും ഈ ഉദ്ഘാടന പരിപാടിക്ക് പറഞ്ഞതിനേക്കാൾ നടന്നു വെച്ചതിന് കോൺഗ്രസ് മൊത്തം കൂടി പറയുകയാണ്. സമീപഭാവിയിൽ ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അതിനെതിരായി ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മനുഷ്യന്റെ ശ്രദ്ധയാകർഷിക്കാൻ വേണ്ടി ഒരു സമരം നടത്തുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണെന്ന് പറയുന്നത് ഞാൻ ഈ വേദിയെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചതല്ല. കേരളത്തിന്റെ ഏത് വലിയ വികസന പ്രവർത്തനത്തോടും കേരളത്തെ നേതൃത്വം കാണിക്കുന്ന കോൺഗ്രസിന്റെ നേതൃത്വം കാണിക്കുന്ന തെറ്റായ രീതിയുണ്ട്, വികസന വിരുദ്ധ നിലപാടുണ്ട്. പക്ഷെ ഇവിടെ എല്ലാവരെയും ഉപയോഗിച്ച് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിച്ചത്. മറ്റു വാർത്തകളിലേക്ക്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ വ്യാപാര ഭവനിൽ അഗ്നിബാധ. പ്രധാന ഹാളിലാണ് തീപിടുത്തം ഉണ്ടായത്. ശനിയാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന്റെ കാരണം എന്നാണ് പ്രാഥമിക നിഗമനം. ഹാളിലെ സീലിംഗ് നശിച്ചു. 1-ാം നിലയിലെ വലിയ ഹാളിലാണ് തീപിടുത്തമുണ്ടായത്. ഗ്ലാസ് ഡോർ പൊട്ടിയ ശബ്ദം കേട്ട് സെക്യൂരിറ്റി ജീവനക്കാരാണ് വിവരം ആദ്യം അറിയുന്നത്. തുടർന്ന് ചേംബർ ഭാരവാഹികളെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിച്ചു. ചേംബർ ഓഫീസിലേക്കോ മറ്റ് ഹാളുകളിലേക്കോ തീ പടർന്നില്ല. വിവാഹങ്ങൾ, വലിയ സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ള പരിപാടികൾ നടക്കുന്ന ഹാളിലാണ് തീപിടുത്തമുണ്ടായത്.
ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും CPM നേതാവുമായ PA മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസെടുത്തു. ശാരീരികമായും മാനസികമായും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന ഭാര്യ നബീസയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് ഇരുമ്പപ്പെട്ടി പോലീസ് കേസെടുത്തത്. സംഭവത്തെ തുടർന്ന് CPM ആദൂർ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന മുഹമ്മദ് കുട്ടിയെ തലസ്ഥാനത്ത് നിന്ന് ഒഴിവാക്കുകയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. ജൂലൈ 31-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. ആദൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ബാങ്കിലെ താൽക്കാലിക സ്വീപ്പർ ജീവനക്കാരിയായിരുന്നു നബീസ. ജോലിക്ക് പോകുന്നതിനിടയിൽ റോഡിൽ വെച്ചാണ് മുഹമ്മദ് കുട്ടി മർദ്ദിച്ചതെന്ന് പരാതിയിൽ പറയുന്നു. കഴിഞ്ഞ ഫെബ്രുവരി 14-ന് ഇത്തരത്തിൽ മർദ്ദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ടതിനാൽ ബന്ധുവിന്റെ വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഇവിടെ നിന്ന് ജോലിക്ക് വരുമ്പോഴാണ് വിജനമായ സ്ഥലത്ത് വെച്ച് നബീസയെ ക്രൂരമായി മർദ്ദിച്ചതെന്നാണ് പരാതി. മുഹമ്മദ് കുട്ടിയുടെ ആക്രമണത്തിൽ നബീസയ്ക്ക് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. നെഞ്ചിലും വാരിയെല്ലിലും ചവിട്ടിയതിനെ തുടർന്ന് ശ്വാസതടസ്സവും അനുഭവപ്പെടുന്നുണ്ട്. ആദ്യം റോട്ടിലിറങ്ങിയപ്പോൾ ഇയാൾ അവിടെ നിൽക്കുന്നുണ്ട്. എടി അവിടെ നിൽക്കടി പറഞ്ഞിട്ട് എൻ്റെ പുറകെ ഓടി വരികയാണ് ഇയാൾ. ഓടി വന്നതും ഇയാൾ എനിക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടാതെ ഇയാൾ എന്നെ ചവിട്ടി താഴ്ത്തിയിട്ടു. ഞാൻ തറയിൽ വീണപ്പോൾ എനിക്ക് നീക്കാൻ പറ്റില്ല. നീക്കാനോട് കൂടി ഇയാൾ എൻ്റെ വാരിയലിലോട് കൂട്ടി ചവിട്ടി, മുഖത്തും ചവിട്ടി. പിന്നെ ഇയാൾ കയ്യിൽ എന്താണെന്നൊന്നും എനിക്കറിയില്ല. നല്ല ഞാൻ എൻ്റെ മുതുകിലടിച്ചപ്പോൾ എനിക്ക് ശ്വാസം കിട്ടുന്നില്ല. ഉള്ള ശ്വാസം വെച്ചിട്ട് അപ്പോൾ ആൾക്കാരും വണ്ടികളും പോകുന്നുണ്ട്. ആൾക്കാർ നിൽക്കും. ഞാനൊന്ന് ഇയാളെന്നെ മർദ്ദിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഈ കൈ കൊണ്ട് പൊട്ടിച്ച് തിരിച്ചിട്ട് പറഞ്ഞു, ഇവളുടെ ഭർത്താവാണ് ഞാൻ. ഇവള് ജോലിക്ക് വെടിപ്പണി കഴിഞ്ഞിട്ട് ജോലിക്ക് വരികയാണ് ഇവിടെ എന്നാണ് പറഞ്ഞത്. മുഹമ്മദ് കുട്ടിയുടെ ആദ്യ ഭാര്യ മരിച്ചതിനെ തുടർന്ന് 2017-ലാണ് ഒറ്റപ്പാലം സ്വദേശിയായ നബീസയെ വിവാഹം ചെയ്തത്. നബീസയുടെ ആദ്യ വിവാഹമാണ്. അന്ന് നബീസയ്ക്ക് 47 വയസ്സും മുഹമ്മദ് കുട്ടിക്ക് 65 വയസ്സുമായിരുന്നു. ഇവർക്ക് മക്കളില്ല. വിവാഹം കഴിഞ്ഞ് 2 മാസം പിന്നിട്ടപ്പോൾ തന്നെ ഭർത്താവ് ദേഹോപദ്രവം തുടങ്ങിയെന്ന് നബീസ പറയുന്നു. തന്റെ ശരീരം മെലിഞ്ഞതിനാൽ സൗന്ദര്യമില്ലെന്നും തന്റെ വീട്ടുകാർ സാമ്പത്തിക ശേഷിയില്ലാത്തവരാണെന്ന് ആക്ഷേപിച്ചും സ്ത്രീധനം ആവശ്യപ്പെട്ടുമായിരുന്നു മർദ്ദനം. വിവാഹമോചനം നടത്തി പിരിഞ്ഞു പോകണമെന്നും അല്ലെങ്കിൽ കൊന്ന് തോട്ടിൽ തള്ളുമെന്ന് നിരന്തരം ഭീഷണിപ്പെടുത്തിയിരുന്നുവെന്നും നബീസ പറഞ്ഞു. എനിക്ക് ശരീരം ഭംഗിയില്ല, നിറമില്ല, ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുനടക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് ഇയാൾ പറഞ്ഞായിരുന്നു. ഫെബ്രുവരി 14-ാം തീയതി എന്നെ ഇയാൾ അടിച്ചു മർദ്ദിച്ചു. എന്നിട്ട് എൻ്റെ ശരീരത്തിലൊക്കെ നിറച്ച് പാടുകളും ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുന്നംകുളം ഹോസ്പിറ്റലിൽ പോയി ശനിയാഴ്ച. ആ ഡോക്ടർ പോലീസ് കംപ്ലൈൻറ്റ് ആ സാറ് കുന്നംകുളത്തേക്ക് കൊടുത്തിട്ട് ആ സാറ് എന്നെ വിളിച്ചു അവിടുന്ന് എരുമപ്പെട്ടി സ്റ്റേഷനിലേക്കും വിളിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു ഒത്തുതീർപ്പിലായ പോലെയായി. അപ്പോൾ ഇയാൾ എന്നെ കൊന്നു ചാക്ക് കെട്ടി തോട്ട് കൊണ്ടുപോയിടുന്നു ഒക്കെ പറഞ്ഞ് അട്ടാണ് എന്നെ അന്ന് അടിച്ചത്. ആൾക്കാർ വരുമ്പോൾ പറയണ്ട പറഞ്ഞിട്ട് പറഞ്ഞുകൊണ്ട് അങ്ങനെ പലതരത്തിലും ശാരീരികമായി മാനസികമായി ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടി അവിടെ. 55 വയസ്സുള്ള നബീസയെ പരപുരുഷ ബന്ധം ആരോപിച്ചും ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം ആവശ്യപ്പെട്ടുമാണ് ഇപ്പോൾ മർദ്ദിച്ചതെന്നാണ് പറയുന്നത്. ഇയാൾക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും പരാതിയിൽ പറയുന്നു. ഇതേ തുടർന്ന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളം തെക്കേപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. തെക്കേപ്പുറം സ്വദേശി വാഴപ്പുള്ളി വീട്ടിൽ ചന്ദ്രൻ, ആന്ധ്രാപ്രദേശ് സ്വദേശി വസന്ത് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ചന്ദ്രന്റെ പറമ്പിലെ മരം മുറിക്കുന്നതിനിടെയാണ് കടന്നൽക്കൂട് ഇളകി ഇരുവരെയും ആക്രമിച്ചത്. ശനിയാഴ്ച രാവിലെ 10 മണിയോടെ 2 പേർക്കും കടന്നൽ കുത്തേൽക്കുകയായിരുന്നു. പരിക്കേറ്റ ഇരുവരെയും നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. അത്ലറ്റിക്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം സിന്തറ്റിക് ട്രാക്കിൽ നടന്നു വന്നിരുന്ന 69ാമത് ജില്ലാ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. 152 പോയിന്റുമായി മച്ചാട് സ്പോർട്സ് ഗ്രിഡ് അക്കാദമി കിരീടം നേടി. മുൻപ് മിന്നും പ്രകടനം കാഴ്ചവെച്ചിരുന്ന തൃശൂർ ആൻഡോസ് അക്കാദമിക്ക് 116 പോയിന്റോടെ 2ാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. 94 പോയിന്റോടെ പൂങ്കുന്നം പാർമേക്കാവ് വിദ്യാമന്ദിർ 3ാം സ്ഥാനവും 74 പോയിന്റുമായി ആതിഥേയരായ കുന്നംകുളം ഗവൺമെന്റ് വൊക്കേഷണൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ 4ാം സ്ഥാനവും 66 പോയിന്റ് നേടി കരിക്കാട് അൽ അമീൻ 5ാം സ്ഥാനവും നേടി. അണ്ടർ 10 ബോയ്സ് ആൻഡ് ഗേൾസ് വിഭാഗത്തിൽ ദേവമാത CMI സ്കൂൾ ചാമ്പ്യന്മാരായി. അണ്ടർ 12 ഗേൾസ് വിഭാഗം സ്പോർട്സ് ഗ്രിഡ് മച്ചാട് ചാമ്പ്യന്മാരായി. അണ്ടർ 12 ബോയ്സ് വിഭാഗത്തിൽ ഗവൺമെന്റ് ഫിഷറീസ് നാട്ടിക ചാമ്പ്യന്മാരായി. സമാപന യോഗത്തിൽ തൃശൂർ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KR സാംബശിവൻ, പ്രവീൺ ചിറയത്ത് എന്നിവർ സമ്മാനദാനം നിർവഹിച്ചു. യോഗത്തിൽ ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ പ്രസിഡന്റ് EU രാജൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ഡോക്ടർ KS ഹരിദയാൽ, ട്രഷറർ V ഹേമലത തുടങ്ങിയവർ സംസാരിച്ചു.
ജില്ലയിലെ 90 ക്ലബ്ബുകളിൽ നിന്നും വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി 1500ഓളം കായിക താരങ്ങളാണ് ജില്ലാ മീറ്റിൽ പങ്കെടുത്തത്. മിനി, ജൂനിയർ, സീനിയർ മീറ്റുകളാണ് ചാമ്പ്യൻഷിപ്പിൽ നടന്നത്. മീറ്റിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന മികച്ച കായിക താരങ്ങൾക്ക് ഓഗസ്റ്റ് 16 മുതൽ 19 വരെ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സംസ്ഥാന ജൂനിയർ മീറ്റിൽ തൃശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനായി എത്തിയ തമിഴ്നാട് സ്വദേശിനികളുടെ ആഭരണം കവർന്ന മധ്യവയസ്ക അറസ്റ്റിലായി. ആറങ്ങോട്ടുകര കുമ്പളങ്ങാട് മച്ചാട്ട് പറമ്പിൽ 58 വയസ്സുള്ള വസന്തയാണ് അറസ്റ്റിലായത്. മെയ് 3-നാണ് മോഷണം. തമിഴ്നാട് സ്വദേശിനി കലൈവാണിയും മകളും ദേവസ്വം ശുചിമുറിയിൽ കുളിക്കാൻ കയറിയപ്പോൾ പുറത്തുവെച്ച ബാഗിൽ നിന്നാണ് 4 പവന്റെ ആഭരണം നഷ്ടമായത്. ബാഗ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി CCTV കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതിയിലേക്ക് നയിച്ചത്. മോഷ്ടിച്ച ആഭരണങ്ങളിലെ മാല പ്രതി ധരിച്ചിരുന്നു. മറ്റ് ആഭരണങ്ങൾ വടക്കാഞ്ചേരിയിലെ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ പണയം വെച്ചതായി കണ്ടെത്തി. SHO G അജയകുമാറിന്റെയും SI പ്രീതബാബുവിന്റെ നേതൃത്വത്തിൽ ASIമാരായ അഭിലാഷ്, സാജൻ, സീനിയർ CPO രഞ്ജിത്ത് എന്നിവർ ചേർന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. നെല്ല് വിറ്റ് 3 മാസം കഴിഞ്ഞിട്ടും പണം കിട്ടാതെ വലയുകയാണ് കർഷകർ. മെയ് ആദ്യം നെല്ല് സംഭരിച്ച കർഷകർക്ക് പോലും പണം ലഭിച്ചില്ല. വായ്പയെടുത്ത് കൃഷിയിറക്കിയ കർഷകർ പണം തിരിച്ചടയ്ക്കാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ്. പോർക്കുളം പഞ്ചായത്തിൽ കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവിൽ നെല്ല് വിറ്റ കർഷകർക്ക് പണം ലഭിച്ചില്ലെന്ന് കർഷകർ ആരോപിച്ചു. പലതവണ കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കർഷകർ പറഞ്ഞു. പണം കിട്ടാത്തതുമൂലം പല കർഷകരും കടുത്ത മാനസിക പിരിമുറുക്കത്തിലാണ്. സപ്ലൈകോ സംഭരിച്ച നെല്ലിന്റെ പണം ഉടൻ വിതരണം ചെയ്യണമെന്ന് കോട്ടിയാട്ടുമുക്ക് കോൾപ്പടവ് സമിതി ആവശ്യപ്പെട്ടു. ചാവക്കാട് നഗരസഭയിൽ 2025-2026 സാമ്പത്തിക വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയുടെ ഭാഗമായി കന്നുകാലികൾക്കുള്ള ധാതുലവണ മിശ്രിത വിതരണം നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വെറ്റിനറി ഡോക്ടർ G ഷർമിള, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് AV മുഹമ്മദ് അൻവർ, മുൻ ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ MR രാധാകൃഷ്ണൻ, കൗൺസിലർ ശ്രീജി സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു. 2 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത്. കുരുമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിൽ 101-ാം സ്ഥാപന തിരുനാളിന്റെയും മാതാവിന്റെ സ്വർഗാരോപണ തിരുനാളിന്റെയും കൊടിയേറ്റം നടന്നു. ആഗസ്റ്റ് 14-15 തീയതികളിലായിട്ടാണ് തിരുനാൾ ആഘോഷം. വെള്ളിയാഴ്ച വൈകിട്ട് ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി കൊടിയേറ്റം നിർവഹിച്ചു. തുടർന്ന് ദിവ്യബലി, ലതീന്, നൊവേന, നേർച്ച വിതരണം എന്നിവയ്ക്ക് ശേഷം കാലിക പ്രസക്തിയേറെയുള്ള ഫേസ് ഓഫ് ഫേസ്ലെസ് എന്ന സിനിമയുടെ പ്രദർശനം നടന്നു. തിരുനാൾ ദിവസം വരെ വിവിധ സംഘടനയുടെ നേതൃത്വത്തിൽ തിരുനാൾ ഒരുക്ക കുർബാനയും നടക്കും. തിരുനാൾ തലേദിവസമായ വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം പരിശുദ്ധ അമ്മയുടെ വളയും വിശുദ്ധന്റെ കുരിശും യൂണിറ്റിലേക്ക് വെഞ്ചരിച്ചു നൽകും. വൈകിട്ട് 10 മണിക്ക് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ വളയും കുരിശും ദേവാലയത്തിൽ എത്തിച്ചേരും. തുടർന്ന് സംയുക്ത ബാൻഡ് മേളം അരങ്ങേറും. തിരുനാൾ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6:30 ഇടവക വികാരി ഫാദർ ജെയ്സൺ മാറോക്കി മുഖ്യ കാർമ്മികനാകുന്ന ദിവ്യബലിക്ക് ശേഷം 9:30 കുന്നംകുളം ഗുഡ് ഷെപ്പേർഡ് ഡയറക്ടർ ഫാദർ വിജോ മുഖ്യ കാർമ്മികനാകുന്ന ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ഡീപോൾ സ്കൂൾ മാനേജർ ഫാദർ സെബാസ്റ്റ്യൻ നെടിയേടത്ത് തിരുനാൾ സന്ദേശം നൽകും. തുടർന്ന് കൂനമുച്ചി സെന്ററിലേക്ക് ഭക്തിനിർഭരമായ പ്രദർശനമുണ്ടാകും. വൈകിട്ട് 7-ന് KLM സംഘടനയുടെ നേതൃത്വത്തിൽ ഗാനമേളയോടെ തിരുനാളിന് സമാപനമാകും. തിരുനാൾ ആഘോഷങ്ങൾക്ക് കൈക്കാരന്മാരായ PK ജാക്സൺ, PV തോമസ്, TL ജോൺസൺ, MP സിജോ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഉത്സവാന്തരീക്ഷത്തിൽ ഗുരുവായൂർ നഗരസഭയുടെ തൊഴിൽമേള. സംസ്ഥാനത്ത് ആദ്യമായി ഒരു തദ്ദേശ സ്ഥാപനം സംഘടിപ്പിച്ച തൊഴിൽമേളയിലേക്ക് ആയിരക്കണക്കിന് തൊഴിലന്വേഷകരാണ് എത്തിയത്. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് അധ്യക്ഷത വഹിച്ചു. വിജ്ഞാന കേരളം ജില്ലാ മിഷൻ കോർഡിനേറ്റർ KV ജ്യോതിഷ് കുമാർ പദ്ധതി വിശദീകരണം നടത്തി. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ U സലീൽ മുഖ്യാതിഥിയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AM ഷഫീർ, ബിന്ദു അജിത് കുമാർ, A സായിനാഥൻ, കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ KK പ്രസാദ്, CDS ചെയർപേഴ്സൺ മോളി ജോയ്, NULM സിറ്റി മിഷൻ മാനേജർ VS ദീപ എന്നിവർ സംസാരിച്ചു. 600ഓളം തൊഴിലവസരങ്ങളാണ് ഒരുക്കിയത്. അഭിമുഖത്തിനായി 35ഓളം കൗണ്ടറുകൾ പ്രവർത്തിച്ചിരുന്നു. NK അക്ബർ MLA തൊഴിൽമേളയുടെ വേദി സന്ദർശിച്ചു. ഒറ്റപ്പെട്ടു പോയവരോടൊപ്പമുള്ള ഓണം കളറാക്കാനുള്ള ധനസമാഹരണത്തിന്റെ ഭാഗമായി കുന്നംകുളം ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ മാതൃകാപരമാകുന്നു. ചിപ്സ് വിൽപ്പനയിലൂടെ പണം കണ്ടെത്തി സ്നേഹത്തിന്റെ മാതൃക തീർക്കുകയാണ് ഇവർ. ഓണത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കായവറുത്തുപ്പേരിയുടെ വിൽപ്പനയിലൂടെ NSS വളണ്ടിയർമാർ ഓണാഘോഷത്തിനായി ധനസമാഹരണം നടത്തുകയാണ്. പ്രദേശത്ത് സ്കൂളിൽ വരാൻ കഴിയാതെ വീട്ടിൽ തന്നെ പഠനം നടത്തുന്ന ഭിന്നശേഷിക്കാരായ കുട്ടികൾ, വീടുകളിൽ തനിച്ച് താമസിക്കുന്നവരെയും ഉൾപ്പെടുത്തി ഓഗസ്റ്റ് 28-ാം തീയതി ഓണാഘോഷം സംഘടിപ്പിക്കുന്നുണ്ട്. ഇവർക്ക് ഓണക്കോടി നൽകി ഓണസദ്യ വിളമ്പി
കാരുണ്യത്തിന്റെ ഒത്തുചേരലിന്റെ ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് NSS വിദ്യാർത്ഥികൾ. ഇതിനായാണ് 100 പേരടങ്ങുന്ന വിദ്യാർത്ഥികൾ 12 ടീമുകളായി തിരിഞ്ഞ് കായ വറുത്തത് വിൽപ്പന നടത്തുന്നത്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ ഉപ്പേരി പൊതുവിപണിയിലെ വിലയേക്കാൾ കുറഞ്ഞാണ് വിൽപ്പന. 200 കിലോ കായ വറുത്തത് വിറ്റ് പണം സ്വരൂപിക്കാനാണ് ഇവരുടെ ലക്ഷ്യം. ക്ലാസ്സില്ലാത്ത 2ാം ശനിയാഴ്ച സമൂഹമാധ്യമങ്ങളിലിരുന്ന സമയം കളയാതെ പൊതുസമൂഹത്തിന് ഉപകാരപ്രദമായ പ്രവർത്തനങ്ങളിലൂടെ പരസ്പര കരുതലിന്റെ മാതൃക തീർക്കുകയാണ് ഇവർ. ഇത് ഓണത്തിന്റെ സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണോ? നോർമലി അല്ലാണ്ട് നമ്മളിപ്പോൾ വയനാടിന് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ഫണ്ടുകൾ ഇതാക്കിയിട്ടുണ്ട്. ഓണത്തിന് പിന്നെ ഇങ്ങനെ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരെ അധികം ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരിനായിട്ട് പോയിട്ട് കഴിഞ്ഞുള്ളത് നമ്മൾ പോയിട്ട് അവരിനായിട്ട് ഡാൻസ് അവരിനെ ഹാപ്പിയാക്കാൻ മാക്സിമം നോക്കും. കുന്നംകുളത്തെ CCTV ഓഫീസിലും കായവറവുമായി ഇവരെത്തി. വിദ്യാർത്ഥികളിലെ നല്ല ചിന്തകളെയും ലക്ഷ്യങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സ്ഥാപനത്തിലെ ജീവനക്കാരും ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. ഞങ്ങളിവിടെ അടി വന്നപ്പോൾ നോർമൽ സാറ് പറഞ്ഞു ഇങ്ങോട്ട് കയറാൻ ആർക്കും പെർമിഷൻ കൊടുക്കാറില്ല, പക്ഷെ പോയിട്ട് എല്ലാവരോടും പറഞ്ഞു. പക്ഷെ വന്നപ്പോൾ എല്ലാവരും വാങ്ങിച്ച്. സ്കൂളിലെ NSS പ്രോഗ്രാം ഓഫീസർ ശ്രീജ ടീച്ചറുടെ നേതൃത്വത്തിൽ NSS വോളണ്ടിയർ ക്യാപ്റ്റൻ എബിൻ, വോളണ്ടിയർമാരായ അഭയ, അനാമിക, നാസില, സഫ എന്നിവരാണ് CCTV ഓഫീസിലെത്തിയത്. പുന്നിയൂർ K. കരുണാകരൻ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനാചരണം നടന്നു. മന്ദലാകുന്ന് സെന്ററിലും കരുണാഭവനിൽ നടന്ന ചടങ്ങ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി AM അലാവുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. K. കരുണാകരൻ ഫൗണ്ടേഷൻ വർക്കിംഗ് ചെയർമാൻ ഷാഹുൽ പള്ളത്ത് അധ്യക്ഷനായി. വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് സെയ്ദ് അലവി പടിഞ്ഞാറയിൽ പതാക ഉയർത്തി. കോൺഗ്രസ് പുന്നിയൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KK ഷുക്കൂർ ക്വിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി സുബൈദ പാലക്കൽ, വടക്കേക്കാട് ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി ഹുസൈൻ തെക്കത്ത്, ചാവക്കാട് കാർഷിക ബാങ്ക് ഡയറക്ടർ യൂസഫ് തണ്ണിത്തുറക്കൽ, പുന്നിയൂർ മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറി നിസാർ കിഴക്കൂട്ട് എന്നിവർ സംസാരിച്ചു. കൊരട്ടിക്കരയിൽ നിയന്ത്രണം വിട്ട കാർ ഹൈമാസ് ലൈറ്റിന്റെ തൂണിലിടിച്ച അപകടം. ഗുരുവായൂർ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന താനൂർ സ്വദേശികൾ സഞ്ചരിച്ച കാറാണ് അപകടത്തിൽപ്പെട്ടത്. താനൂർ ചിറക്കൽ ഇടൂർ വീട്ടിൽ ഷിബ്ന, ദേവു, മഹേഷ് എന്നിവർക്കാണ് പരിക്ക്. ഇവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. ശനിയാഴ്ച കാലത്ത് 8 മണിയോടെയാണ് അപകടം. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നു. പെരുമ്പിലാവ് ആൾത്തറ AML UP സ്കൂളിൽ പുതുതായി നിർമ്മിക്കുന്ന പാചകപ്പുരയുടെ ശിലാസ്ഥാപനം നടന്നു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ ചെലവഴിച്ചാണ് 450 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം നിർമ്മിക്കുന്നത്. ശനിയാഴ്ച വൈകിട്ട് 3-ന് MLA AC മൊയ്തീൻ ശിലാസ്ഥാപനം നടത്തി. തുടർന്ന് നടന്ന ചടങ്ങിൽ കടവലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PI രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ TV നൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. സർക്കാർ വിദ്യാലയങ്ങളിലെയും എയ്ഡഡ് സ്കൂളുകളിലെയും അടിസ്ഥാന സൗകര്യങ്ങളും ഭൗതിക സാഹചര്യങ്ങളും വർദ്ധിപ്പിക്കാൻ സർക്കാരിനായെന്നും ഇതിന്റെ ഫലമായി പല സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നും സർക്കാർ സ്കൂളുകളിലേക്ക് കുട്ടികൾ എത്തുന്നതായും MLA പറഞ്ഞു. സർക്കാർ പണം മുടക്കുന്നതിൽ കുറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് പൊതുവിദ്യാഭ്യാസം ദുർബലപ്പെട്ടത്. അതിനെ തുടർന്ന് ഈ സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ മറ്റ് സ്കൂളുകളിലേക്ക് പോവുകയും സ്വാഭാവികമായി കുഞ്ഞുങ്ങളുടെ എണ്ണം കുറയുകയും ചെയ്തതോടുകൂടി എയ്ഡഡ് സർക്കാർ സ്കൂളുകൾ പ്രതിസന്ധിയിലാവുന്ന സ്ഥിതിയുണ്ടായി. അത്തരമൊരു ഘട്ടത്തിലാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 16-ൽ സഖാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ വരുന്നത്. ആ ഗവൺമെൻറ് ഈ പ്രശ്നങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ്, നമ്മുടെ രവീന്ദ്രൻ മാഷാണ് ആദ്യത്തെ മന്ത്രി, പൊതുവിദ്യാഭ്യാസ യജ്ഞം എന്ന പരിപാടി ആരംഭിക്കുന്നത്. അതിനെ തുടർന്ന് സർക്കാർ സ്കൂളുകളൊക്കെ മികച്ച സൗകര്യങ്ങളായി. ചടങ്ങിൽ MLAക്ക് സ്കൂളിന്റെ ഉപഹാരം നൽകി. യോഗത്തിൽ കടവലൂർ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജയകുമാർ പൂളയ്ക്കൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാരിക, അഷ്റഫ്, പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ, PTA പ്രസിഡന്റ് P സജീവ്, സ്കൂൾ പ്രധാനാധ്യാപിക CM ഷീജ, MPTA പ്രസിഡന്റ് സുജി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധി നമ്പീശൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ വടക്കേക്കാട് മേഖലാ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സണുമായ സീത രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സുധാ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി രുക്മ സുധീർ പ്രവർത്തന റിപ്പോർട്ടും ഏരിയ പ്രസിഡന്റ് ഷീജ പ്രശാന്ത് സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു. M ഷംസുദ്ദീൻ സ്വാഗതവും ബീന സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. കൊരട്ടിക്കര ഒറ്റപ്പിലാവ് റോഡിലെ പാടത്തിന് സമീപത്തെ തോട്ടിൽ കവറിൽ കെട്ടി അറവ് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. വെള്ളിയാഴ്ച കാലത്താണ് പ്രദേശവാസികൾ പ്ലാസ്റ്റിക് കവറുകളിൽ മാലിന്യം കെട്ടിയ നിലയിൽ കണ്ടെത്തിയത്. പാടത്തിന് സമീപത്തെ വഴികൾ രാത്രിയുടെ മറവിലെത്തി മാലിന്യം നിക്ഷേപിക്കുന്നത് സ്ഥിരമായിരിക്കുകയാണ് പ്രദേശവാസികൾ പറഞ്ഞു. നിരവധി തവണ പഞ്ചായത്ത് അധികൃതരെയും ആരോഗ്യ വിഭാഗത്തെയും വിവരങ്ങൾ
നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നും ഇവർ പറഞ്ഞു. വെള്ളിത്തിരുത്തിൽ ബ്ലൂംബേർഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു. ബ്രിട്ടീഷ് കോളനി വാഴ്ചയ്ക്കെതിരെ ഇന്ത്യൻ ജനതയുടെ മുന്നേറ്റത്തിന്റെ ഗംഭീര സ്വരമായിരുന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക എന്ന ശക്തമായ മുദ്രാവാക്യമെന്ന് പ്രിൻസിപ്പൽ ഷേബ ജോർജ് പറഞ്ഞു. വിദ്യാർത്ഥികൾ ദേശീയത ഉണർത്തുവാൻ ഉതകുന്ന വിവിധ കലാപരിപാടികൾ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, വൈസ് പ്രിൻസിപ്പൽ C. രാധാമണി, അധ്യാപകരായ KP രജനി, റീബ മിജു നായർ, ധന്യ മുരളീധരൻ എന്നിവർ നേതൃത്വം നൽകി. കടങ്ങോട് ശ്രീ കൈക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന സപ്താഹയജ്ഞത്തിന്റെ ഭാഗമായി രുക്മണി സ്വയംവരം നടന്നു. വൈകിട്ട് കൈക്കുളങ്ങര കരുതക്കോട്ട് മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെ രുക്മണി വിഗ്രഹ എഴുന്നള്ളിപ്പും കൃഷ്ണവേഷം ധരിച്ച കുട്ടികളുടെ ശോഭായാത്രയും തിരുവാതിരക്കളിയും നടന്നു. മങ്ങാട് മുരളി നമ്പീശനാണ് യജ്ഞാചാര്യൻ. ഇന്ത്യക്ക് 50% തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ നടപടിയിലും ഇതിൽ പ്രതികരിക്കാത്ത കേന്ദ്ര സർക്കാർ നടപടിയിലും CPM നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. കണ്ടാണശ്ശേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കൂനമുശിയിൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനു ശേഷം പൊതുയോഗം ഏരിയ കമ്മിറ്റി അംഗം PA മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗവും കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ NS ധനൻ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി AV സന്തോഷ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG പ്രമോദ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ MP സജീവ്, VK ദാസൻ, VK സജീവൻ, സുധീർ പണിക്കവീട്ടിൽ എന്നിവർ സംസാരിച്ചു. മേലൂർ പോസ്റ്റ് ഓഫീസ് സെന്ററിൽ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ്സ് വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായ അബിൽ ബേബി ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗവും സെന്റർ ബ്രാഞ്ച് സെക്രട്ടറിയുമായ ജമീല രാജീവ് അധ്യക്ഷയായി. ലോക്കൽ കമ്മിറ്റി അംഗം KC ബാബു കിരാലൂർ, വെസ്റ്റ് ബ്രാഞ്ച് സെക്രട്ടറി സന്തോഷ് വാറോട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ പ്രകടനം നടത്തി. കിഴക്കേനടയിൽ നിന്ന് ആരംഭിച്ച പ്രകടനം നഗരം ചുറ്റി സമാപിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KR സൂരജ്, KN രാജേഷ്, ഉണ്ണി വാറനാട്ട്, പാലിയത്ത് രാജേഷ്, KM രമേശ്, സിന്ധു ബാബു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. CPM കടങ്ങോട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം PS പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ കമ്മിറ്റി അംഗം സൗമ്യ സുരേഷ് അധ്യക്ഷയായി. സെക്രട്ടറി UV ഗിരീഷ്, അംഗം PA ബാബു എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി ഫലവൃക്ഷ തൈകളുടെ വിതരണം നടന്നു. ആദ്യഘട്ട വിതരണവും 2025-2026 വർഷത്തെ സമഗ്ര പച്ചക്കറി ഉൽപാദന യജ്ഞ പദ്ധതിയിലെ ഹൈബ്രിഡ് പച്ചക്കറി വിത്ത് പാക്കറ്റുകളുടെ വിതരണ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ അധ്യക്ഷയായി. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, EK സുരേഷ്, ബബിത, റിജി ജോർജ്, MC ഐജു, റീന വർഗീസ്, കൃഷി ഓഫീസർ AV വിജിത എന്നിവർ സംസാരിച്ചു. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറും എഴുത്തുകാരനുമായ ഡോക്ടർ ധർമ്മരാജ് അടാട്ട് രചിച്ച് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച പണ്ഡിറ്റ് KP കറുപ്പനും കേരള നവോത്ഥാനവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗുരുവായൂരിൽ നടന്നു. കാലടി സംസ്കൃത സർവകലാശാല പ്രൊഫസറും പ്രഭാഷകനുമായ സുനിൽ P. ഇളയിടം പ്രകാശനം നിർവഹിച്ചു. ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ J. ബിൻസി പുസ്തകം ഏറ്റുവാങ്ങി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ M. സത്യൻ അധ്യക്ഷനായി. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസർ TK അമ്പിളി പുസ്തക പരിചയം നടത്തി. സംസ്ഥാന പുരസ്കാരം നേടിയ നാടക സംവിധായകനും അഭിനേതാവുമായ മുരളി അടാട്ട്, എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ CF ജോൺ ജോഫി, ഗ്രന്ഥകാരൻ ഡോക്ടർ ധർമ്മരാജ് അടാട്ട്, ഡീൻ ഓഫ് സ്റ്റുഡന്റ് അഫയേഴ്സ് ഡോക്ടർ PG ജസ്റ്റിൻ, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് റിസർച്ച് ഓഫീസർ KA ദീപ്തി എന്നിവർ പങ്കെടുത്തു. 80 രൂപ മുഖവിലയുള്ള പുസ്തകം കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുസ്തകശാലകളിൽ ലഭിക്കും. തുടർന്ന് നടന്ന സെമിനാറിൽ കേരള നവോത്ഥാനവും പണ്ഡിറ്റ് KP കറുപ്പനും എന്ന വിഷയത്തിൽ പ്രഭാഷകനും എഴുത്തുകാരനുമായ TS ശ്യാംകുമാറും, നാട്ടുരാജ്യങ്ങളിലെ നവോത്ഥാനം എന്ന വിഷയത്തിൽ കണ്ണൂർ സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ മാളവിക ബിന്നിയും വിഷയാവതരണം നടത്തി. ഡീൻ ഓഫ് റിസർച്ച് ആൻഡ് നോഡൽ ഓഫീസർ ഡോക്ടർ M. റോയ് മാത്യു, മലയാള വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ AP അന്നംസിനി എന്നിവർ മോഡറേറ്ററായി. കവയത്രിയും OV വിജയൻ സ്മാരക സമിതി അംഗവുമായ ജ്യോതിബായ് പരിയാടത്ത്, ഗവേഷക PK സുമിത എന്നിവർ പങ്കെടുത്തു. ഡോക്ടർ M. റോയ് മാത്യു, ഡോക്ടർ അനുറോജ്, ഡോക്ടർ PG ജസ്റ്റിൻ, ഡോക്ടർ AP അന്നംസിനി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്.
ഗുരുവായൂർ ബ്രാഹ്മണ സമൂഹം കിഴക്കേ മഠത്തിൽ ലാവണി അവിട്ടം ആഘോഷിച്ചു. പുലർച്ചെ 5 മണി മുതൽ ആരംഭിച്ച ചടങ്ങുകൾക്ക് സമൂഹം പുരോഹിതൻ ഗോകുൽ കൃഷ്ണ ഗണപാടികൾ, ഗുരുവായൂർ ഗോപാല വാദ്യാർ എന്നിവർ ആചാര്യന്മാരായി. സമൂഹം പ്രസിഡന്റ് GK പ്രകാശൻ, സെക്രട്ടറി TK ശിവരാമകൃഷ്ണൻ, ട്രഷറർ GS ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി. 100-ലധികം പേർ പുതിയ പൂണൂൽ ധരിച്ച് ശുഭ്രവസ്ത്രത്തോടെ ചടങ്ങിൽ പങ്കെടുത്തു. കർഷക സംഘം തിരുവത്ര മേഖലാ സമ്മേളനം സംഘടനയുടെ ചാവക്കാട് ഏരിയ സെക്രട്ടറി മാലിക്കുളം അബ്ബാസ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് KA ശശിധരൻ അധ്യക്ഷനായി. കർഷക സംഘം ഏരിയ പ്രസിഡന്റ് MR രാധാകൃഷ്ണൻ, മേഖലാ സെക്രട്ടറി PK രാധാകൃഷ്ണൻ, CPM തിരുവത്ര ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ TM ഹനീഫ, KR ആനന്ദൻ, PP രണദേവ്, സ്മിബി ജിതേഷ്, കൗൺസിലർമാരായ ഉമ്മു റഹ്മത്ത്, G സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി PK രാധാകൃഷ്ണൻ സെക്രട്ടറി, PK ശശിധരൻ പ്രസിഡന്റ്, TA ഷംസുദ്ദീൻ ട്രഷറർ എന്നിവരെ സമ്മേളനം തെരഞ്ഞെടുത്തു. പുന്നൂർക്കുളം കുന്നത്തൂർ എല്ലൂരക്കായൽ റോഡിന് സമീപം നവീകരിച്ച കണ്ണോത്തുകുളം NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ അധ്യക്ഷയായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസക്കുട്ടി വലിയകത്ത്, ജില്ലാ പഞ്ചായത്ത് അംഗം റഹീം വീട്ടിപ്പറമ്പിൽ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഫാത്തിമ ലീനസ്, മന്നലാങ്കുന്ന് മുഹമ്മദുണ്ണി, EK നിഷാർ, ഗ്രീഷ്മ ഷനോജ്, കുഞ്ഞു മുഹമ്മദ്, വാർഡ് മെമ്പർ അനിത, അസിസ്റ്റന്റ് എഞ്ചിനീയർ NP ഷിധി, TS സുരേഷ്, CA വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അർബൻ അഗ്ലോമേഷൻ നഗരസഞ്ചയ പദ്ധതി പ്രകാരം 71.95 ലക്ഷം രൂപ ചെലവിട്ട് ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്താണ് കുളം മനോഹരമാക്കിയത്. കുളം നവീകരണത്തിന്റെ പ്രാരംഭ പ്രവൃത്തിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് 15 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് 10 ലക്ഷം രൂപയും നേരത്തെ ചെലവാക്കിയിരുന്നു. സ്വകാര്യ വ്യക്തിയാണ് 15 സെന്റ് വിസ്തൃതിയുള്ള കുളം പഞ്ചായത്തിന് കൈമാറിയത്. കുളത്തിന് 30 മീറ്റർ നീളവും 25 മീറ്റർ വീതിയും 4 മീറ്റർ താഴ്ചയുമുണ്ട്. കുളത്തിനു ചുറ്റും ടൈൽ പാകിയ നടപ്പാത, ചുറ്റുമതിൽ, കോൺക്രീറ്റ് ഇരിപ്പിടങ്ങൾ, സോളാർ ലൈറ്റുകൾ എന്നിവയുമുണ്ട്. കേരള ഗണക കണിശ സഭ സംസ്ഥാന നേതൃത്വ സംഗമവും ജ്യോതിഷ പണ്ഡിതന്മാരെ ആദരിക്കലും നടന്നു. ഗുരുവായൂർ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് PM പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. പാലത്ത് രാമചന്ദ്രൻ പണിക്കർ, ആമ്പല്ലൂർ ശശിധരൻ, കാക്കശ്ശേരി രവീന്ദ്ര പണിക്കർ, ഡോക്ടർ ഷിബു നാരായണൻ, വാസുദേവ പണിക്കർ, TV ദിനേശൻ, ജ്യോത്സ്യർ, KK സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. വിശിഷ്ട വ്യക്തികളെ ചടങ്ങിൽ ആദരിച്ചു. കേച്ചേരി പ്രതിഭാ കോളേജിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും അധ്യാപകരെ ആദരിക്കലും നടന്നു. അനുഗ പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പുരസ്കാര വിതരണ ചടങ്ങ് മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം ചെയ്തു. പിന്നോക്കാവസ്ഥയിലായിരുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ ഉയർത്തുന്നതിൽ വലിയ പങ്കാണ് ഇടതുപക്ഷ സർക്കാർ കൈക്കൊണ്ടതെന്ന് പെരുന്നെല്ലി വ്യക്തമാക്കി. സ്വകാര്യ മാനേജ്മെന്റ് സ്കൂളുകളെ വെല്ലുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ് സർക്കാർ വിദ്യാലയങ്ങളിൽ ഒരുക്കിയിട്ടുള്ളതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല പുകഴ്പെറ്റ ഒരു മേഖല തന്നെയാണ്. ദേശീയ രംഗത്തും ദേശത്തിനപ്പുറത്തും നമ്മുടെ വിദ്യാഭ്യാസത്തിന് അംഗീകാരമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ കണ്ടതുണ്ട്. കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസം കൂടുതൽ ശക്തമായത് 2016 ശേഷമാണ്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ആയിരക്കണക്കിന് വരുന്ന കുട്ടികൾ TC വാങ്ങി മറ്റ് പല മേഖലകളിലേക്കും ഓടിക്കൊണ്ടിരുന്നൊരു കാലഘട്ടമാണ് അതിന് മുൻപുള്ള കാലഘട്ടം. ചടങ്ങിൽ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് അധ്യക്ഷയായി. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ സുനിത ഉണ്ണികൃഷ്ണൻ, ഹസനുൽ ബന്ന, പഞ്ചായത്ത് അംഗം ആൻഡോ പോൾ, ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് CC ശ്രീകുമാർ, ചെയർമാൻ PK രാജൻ മാസ്റ്റർ, പാലിയേറ്റീവ് കെയർ ജില്ലാ സെക്രട്ടറി ജീസൺ ചൂണ്ടൽ, ബ്ലോക്ക് പഞ്ചായത്ത് മുന്നംഗം ജെയ്സൺ ചാക്കോ, പ്രിൻസിപ്പൽ TA ഡെന്നി മാസ്റ്റർ, സ്റ്റാഫ് പ്രതിനിധി സഞ്ജിത് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. വർഷങ്ങളായി കോളേജിൽ അധ്യാപകരായി സേവനം ചെയ്തുവരുന്ന ജോയ് മാസ്റ്റർ, അഷ്റഫ് മാസ്റ്റർ, ഷീമ ടീച്ചർ എന്നിവരെ ആദരിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പ്രതിഭാ കോളേജിലെ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി അനുമോദിച്ചു. സ്റ്റുഡൻസ് റിലീഫ് വിംഗ് കേരള കുന്നംകുളം ഗ്രൂപ്പ് 2ാം ക്യാമ്പ് പെരുമ്പല അൻസാർ വുമൻസ് കോളേജിൽ നടന്നു. സഫാനിസം പ്രാർത്ഥന നടത്തി. ക്യാപ്റ്റൻ ഫാത്തിമ ഷെറിൻ ആമുഖ പ്രഭാഷണം നിർവഹിച്ചു. വൈസ് ക്യാപ്റ്റൻ നാജിയ നസ്രൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ആയിഷ സമ ക്ലാസ് നടത്തി. PA അനീഷ് അധ്യക്ഷത വഹിച്ചു. വിവിധ വിഷയങ്ങളിൽ അഷ്റഫ് കൊച്ചന്നൂർ, K അനീസ്, ഫിദ സുധീർ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ബാഡ്ജ് വിതരണത്തിന്റെ ഉദ്ഘാടനം ലീഡർ അഷ്റഫ് കൊച്ചന്നൂർ നിർവഹിച്ചു. ഹൈറുനീസ, സെക്രട്ടറി AK അബ്ദുൽ കരീം, മുഹമ്മദ് ഉമരി, ആസിയ അനീസ്, സീനത്തുൽ ഫൗസ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രീപെയ്ഡ് ഓട്ടോ പുനരാരംഭിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഗുരുവായൂർ ഈസ്റ്റ് മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഓട്ടോകൾ അമിത ചാർജ് ഈടാക്കുന്നത് തടയാൻ മീറ്റർ സംവിധാനം കാര്യക്ഷമമാക്കണമെന്നും ആവശ്യപ്പെട്ടു.
ഗുരുവായൂരിൽ നിന്ന് നിർത്തിവച്ച തൃശൂർ പാസഞ്ചർ പുനഃസ്ഥാപിക്കുവാനും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. സ്ത്രീധന നിരോധനത്തിന് ശക്തമായ നടപടി വേണമെന്നും ആവശ്യമുന്നയിച്ചു. മുതിർന്ന നേതാവ് രജനി കൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനം തുടങ്ങിയത്. സമ്മേളനം ജില്ലാ വൈസ് പ്രസിഡന്റ് മഞ്ജുള അരുണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി അംഗം രതി ജനാർദ്ദനൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി, സിന്ധു ബാബു, സംഘാടക സമിതി ചെയർമാൻ KR സൂരജ്, ലതാ പുഷ്കരൻ, സിന്ധു ഉണ്ണി, ദേവിക ദിലീപ്, ഭാഗ്യലക്ഷ്മി, പ്രീത മുരളീധരൻ, R അനഘ എന്നിവർ സംസാരിച്ചു. രതി ജനാർദ്ദനൻ, അമ്പിളി ഉണ്ണികൃഷ്ണൻ, സിനി സദാനന്ദൻ എന്നിവരടങ്ങുന്ന പ്രസീഡിയം സമ്മേളന നടപടികൾ നിയന്ത്രിച്ചു. പ്രസിഡന്റായി രതി ജനാർദ്ദനനെയും സെക്രട്ടറിയായി സിന്ധു ബാബുവിനെയും ട്രഷററായി അമ്പിളി ഉണ്ണികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. പുന്നയൂർക്കുളം മർച്ചന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ദേശീയ വ്യാപാരി ദിനം ആചരിച്ചു. അൽത്തറ സെന്ററിൽ ചേർന്ന സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് KM പ്രകാശൻ പതാക ഉയർത്തി. ജനറൽ സെക്രട്ടറി IK സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ MV ജോസ്, ട്രഷറർ VK അബ്ദുൾ ഷുക്കൂർ, സെക്രട്ടറിമാരായ VG ബാലകൃഷ്ണൻ, A മുഹമ്മദ് അലി എന്നിവർ സംസാരിച്ചു. മധുര വിതരണവും ഉണ്ടായിരുന്നു. ഗുരുവായൂർ കസ്തൂർബ ബാലികാ സദനത്തിൽ മകൾക്കൊരു മരം പദ്ധതിക്കായി സായി സഞ്ജീവനി ട്രസ്റ്റ് ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പെൺകുട്ടികൾക്കായുള്ള സ്വാശ്രയത്വ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് മകൾക്കൊരു മരം പദ്ധതി നടപ്പിലാക്കുന്നത്. ബാലികാ സദനത്തിലെ മുഴുവൻ കുട്ടികൾക്കും ചന്ദന തൈകളാണ് നൽകിയത്. ബാലികാ സദനം പ്രസിഡന്റ് മുരളീധര കൈമൾ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ ജ്യോതി രവീന്ദ്രനാഥ് മുഖ്യാതിഥിയായി. സെക്രട്ടറി സജീവൻ നമ്പ്യത്ത്, P സതി, സായി സഞ്ജീവനി ട്രസ്റ്റി സബിത രഞ്ജിത്ത്, സതീഷ് ഗുരുവായൂർ എന്നിവർ സംസാരിച്ചു. ദേശീയ വ്യാപാര ദിനത്തിന്റെ ഭാഗമായി കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് അങ്കണത്തിൽ പ്രസിഡന്റ് KP സാക്സൻ പതാക ഉയർത്തി. വ്യാപാരി വ്യവസായ ഏകോപന സമിതി തൃശൂർ ജില്ലാ സെക്രട്ടറി MK പോൾസൺ മുഖ്യാതിഥിയായി. ചേംബർ സെക്രട്ടറി KM അബൂബക്കർ, ജോയിന്റ് സെക്രട്ടറി രാജു B ചുങ്കത്ത്, യൂത്ത് വിംഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ജിനീഷ് തെക്കേക്കര, യൂണിറ്റ് പ്രസിഡന്റ് ബിനോയ് വടക്കൻ എന്നിവർ സംസാരിച്ചു. സമസ്ത കേരള വാര്യർ സമാജം കേന്ദ്ര വനിതാ വേദിയുടെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ വനിതാ സംഗമവും ശില്പശാലയും സംഘടിപ്പിച്ചു. അക്ഷയ വാര്യർ സമാജം ഹാളിൽ വിഷ്ണു സഹസ്രനാമ പാരായണത്തോടെയായിരുന്നു തുടക്കം. അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ M ശ്രീപ്രിയ ഉദ്ഘാടനം ചെയ്തു. TK ഗീതാകുമാരി അധ്യക്ഷത വഹിച്ചു. മോഹൻദാസ് അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. VV മുരളീധരൻ മുഖ്യപ്രഭാഷണവും നടത്തി. ആരോഗ്യമുള്ള സ്ത്രീ ആരോഗ്യമുള്ള കുടുംബം എന്ന വിഷയത്തിൽ ഡോക്ടർ R പാർവതി ക്ലാസ് നയിച്ചു. തുടർന്ന് നടന്ന ശില്പശാലയിൽ കുടനിർമ്മാണം, പെയിന്റിംഗ് എന്നിവയുണ്ടായി. ചന്ദ്രിക കൃഷ്ണവാര്യർ, വേണുഗോപാൽ, N ജയശ്രീ എന്നിവർ സംസാരിച്ചു. ചിങ്ങപ്പിറവയ്ക്ക് മുൻപേ ഓണത്തിന്റെ സ്പെഷ്യൽ കളക്ഷൻസുമായി കേരള വസ്ത്രാലയം അണിഞ്ഞൊരുങ്ങി. കേരളീയ പാരമ്പര്യത്തിന്റെ നന്മ കൈവിടാതെ തന്നെ ആധുനികതയെ ചേർത്തുപിടിച്ച് മനോഹര വസ്ത്രങ്ങളുടെ വലിയ കളക്ഷനുമായി കേരള വസ്ത്രാലയം എന്നും മലയാളികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്കൊപ്പം നിൽക്കുന്നുണ്ട്. ഓണക്കാലം വിവാഹ സീസൺ കൂടിയാണ്. എല്ലാത്തരം വിവാഹ വസ്ത്രങ്ങളും ആവശ്യക്കാരുടെ ബഡ്ജറ്റിനനുസരിച്ച് കേരള വസ്ത്രാലയത്തിൽ ലഭ്യമാണ്. ഓണക്കോടികളും വിവാഹ പട്ടുസാരികളും മാത്രമല്ല, കുട്ടികൾക്കും മുതിർന്നവർക്കും ആവശ്യമായ എല്ലാത്തരം ട്രെൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളും ഡ്രസ് മെറ്റീരിയലുകളും നിത്യോപയോഗ വസ്ത്രങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ കേരള വസ്ത്രാലയത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം. കേരള വസ്ത്രാലയത്തിന് ജനങ്ങൾക്കിടയിൽ എന്നും ഒന്നാം സ്ഥാനം നിലനിർത്താനാവുന്നു എന്നത് സ്ഥാപനത്തിലെ തുണിത്തരങ്ങളുടെ ഗുണമേന്മയും സെലക്ഷനും വിലക്കുറവും കൊണ്ടുതന്നെയാണെന്ന് കേരള വസ്ത്രാലയ ഉടമ രജി ചെറുവത്തൂർ പറയുന്നു. കാട്ടകമ്പാൽ മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചിറക്കൽ സെന്ററിൽ നടത്തിയ 65ാം യൂത്ത് കോൺഗ്രസ് ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം K ജയശങ്കർ നിർവഹിച്ചു. മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ് അധ്യക്ഷത വഹിച്ചു. KSU ജില്ലാ സെക്രട്ടറി റാഷിദ് പെരുന്തുരുത്തി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MM അലി, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് MS മണികണ്ഠൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു.
യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരുമ്പിലാവിൽ സ്ഥാപക ദിനവും കിറ്റ് ഇന്ത്യ ദിനവും ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എം.എച്ച്. ഹക്കീം പതാക ഉയർത്തി കിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകി. നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് തിപ്പലശ്ശേരി, KSU ജില്ലാ ജനറൽ സെക്രട്ടറി അജിത് പൊറവൂർ, നിഹാൽ, ഷിദിൻ MS, ഷെരീഫ് കരിക്കാട്, മനീഷ് തിപ്പലശ്ശേരി തുടങ്ങിയവർ പങ്കെടുത്തു. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 9,390 രൂപ, സ്വർണം പവന് 75,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 124 രൂപ. ചർമ്മം ഗുരുവായൂർ പുത്തമ്പള്ളി നളന്ത ജംഗ്ഷനിൽ വിശാരത്ത് കൃഷ്ണൻകുട്ടി മകൻ ശ്രീനിവാസൻ നിര്യാതനായി. 73 വയസ്സായിരുന്നു. സംസ്കാരം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടന്നു. ഗിരിജ ഭാര്യയും നീതു, നിമ എന്നിവർ മക്കളുമാണ്. കാട്ടകമ്പാൽ സ്രായിൽ തലക്കര പരേതനായ കുട്ടായിയുടെ മകൻ അച്യുതൻ നിര്യാതനായി. 79 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 11 മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും. വിജയയാണ് ഭാര്യ. ജല, ജനീഷ്, സുരജ എന്നിവർ മക്കളാണ്. കണിപ്പയൂർ ഇടവന പഞ്ഞൻ മകൻ വാസു നിര്യാതനായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 9 മണിക്ക് പോർക്കുളം ക്രിമിറ്റോറിയത്തിൽ നടക്കും. പരേതയായ ഇന്ദിര ഭാര്യയാണ്. ബീന, സീന, ബിജു എന്നിവർ മക്കളാണ്. ആളൂർ തോമ മകൻ ജോസ് നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച തിരിഞ്ഞ് 5 മണിക്ക് കിരാലൂർ മൗണ്ട് കാർമേൽ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. കുന്നംകുളം കാണിയമ്പാൾ ശ്രീനാരായണ ഹാളിന് സമീപം വെള്ളടമ്പിൽ കുഞ്ഞുമോൻ നിര്യാതനായി. 69 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കുന്നംകുളം നഗരസഭ വാതക ശ്മശാനത്തിൽ നടക്കും. പ്രസാദ്, പ്രകാശൻ, ലത എന്നിവർ മക്കളാണ്. കുന്നംകുളം തെക്കേപ്പുറം മുത്താളി വീട്ടിൽ ചക്കിക്കുട്ടി നിര്യാതയായി. 85 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഗുരുവായൂർ നഗരസഭ ക്രിമിറ്റോറിയത്തിൽ നടക്കും. പരേതനായ ബാലൻ, മോഹനൻ എന്നിവർ മക്കളാണ്. ഞമനങ്ങാട് ചേമ്പിൽ കുഞ്ഞുമോൻ നിര്യാതനായി. 84 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 പുന്നൂർക്കുളം പരൂർ നിദ്രാലയത്തിൽ നടക്കും. മാധവിയാണ് ഭാര്യ. പരമേശ്വരൻ, പ്രകാശൻ, ജയശ്രീ, രമേശ് എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. നിരവധി പോരാട്ടങ്ങളിലൂടെയാണ് പട്ടികജാതി വർഗ വിഭാഗങ്ങൾക്ക് തല ഉയർത്തി നിൽക്കാനായിട്ടുള്ളതെന്ന് മന്ത്രി OR കേളു. ഗുരുവായൂർ നഗരസഭ ജനകീയാസൂത്രണ പദ്ധതി പ്രകാരം പട്ടികജാതി വിഭാഗക്കാർക്കായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ സമർപ്പണം മന്ത്രി നിർവഹിച്ചു. ₹4 കോടി രൂപയോളം ചെലവഴിച്ച് ആധുനിക രീതിയിൽ നിർമ്മിച്ച വേലൂർ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം നാടിന് സമർപ്പിച്ചു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MP രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു. തനത് ഫണ്ട് വകമാറ്റിയെന്നാരോപിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോൺഗ്രസ് പ്രതിഷേധത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി AC മൊയ്തീൻ MLA. കുന്നംകുളം തെക്കേപ്പുറത്ത് കടന്നൽ കുത്തേറ്റ് ഇതര സംസ്ഥാന തൊഴിലാളി ഉൾപ്പെടെ 2 പേർക്ക് പരിക്ക്. തെക്കേപ്പുറം സ്വദേശി വാഴപ്പള്ളി വീട്ടിൽ ചന്ദ്രൻ, ആന്ധ്രാപ്രദേശ് സ്വദേശി വസന്ത് എന്നിവർക്കാണ് കടന്നൽ കുത്തേറ്റത്. ഭാര്യയെ മർദ്ദിച്ച സംഭവത്തിൽ കടങ്ങോട് പഞ്ചായത്ത് ആദൂർ വാർഡ് മെമ്പറും CPM നേതാവുമായ PA മുഹമ്മദ് കുട്ടിക്കെതിരെ പോലീസ് കേസ്. ശാരീരികമായും മാനസികമായും തന്നെ നിരന്തരം പീഡിപ്പിക്കുന്നുണ്ടെന്ന ഭാര്യ നബീസയുടെ പരാതിയിൽ ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള വകുപ്പ് ചേർത്താണ് എരുമപ്പെട്ടി പോലീസ് കേസെടുത്തത്. കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ആസ്ഥാന മന്ദിരമായ വ്യാപാര ഭവനിൽ അഗ്നിബാധ. പ്രധാന ഹാളിലാണ് തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന നിഗമനം. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. കക്കാട് പുതുക്കര വീട്ടിൽ അശോക് കുമാറിന്റെ 1ാം ചരമവാർഷികം ആചരിക്കുന്നു. പരീതിന്റെ പാവന സ്മരണകൾക്ക് മുൻപിൽ ദുഃഖാർത്തരായ കുടുംബാംഗങ്ങൾ.